നമസ്കാരം, ജയനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന മുതലിനെ കുറിച്ചുള്ള കേട്ടോ. അതായത് ഏറ്റവും പുതിയ ഹിമാലയൻ 452 കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് വരുന്നത്. എന്തായാലും ലോഞ്ച് എടുത്തിട്ടുണ്ട്. വരുന്ന ചൊവ്വാഴ്ച അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് ചൊവ്വാഴ്ച 7-ാം തീയതി, നവംബർ 7-ാം തീയതി ആട്ടോ ഇതിൻ്റെ ലോഞ്ച് ഒഫീഷ്യലായിട്ട് നടക്കാൻ പോകുന്നത്. അതായത് ഇറ്റലിയിലെ മിലാനിൽ നടക്കുന്ന ഏക്മ മോട്ടോർ ഷോയിലായിരിക്കും ഇതിനെ റോയൽ എൻഫീൽഡ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇത് അതിൻ്റെ വിലയും വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് വരാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ ഫൈനൽ ടെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളും വീഡിയോകളും എല്ലാം പുറത്തായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിലെ റോയൽ എൻഫീൽഡിൻ്റെ പ്ലാന്റിൽ നിന്നും ഉമിംഗ്ലയിലേക്കുള്ള ട്രിപ്പായിരുന്നു അവരുടെ ഫൈനൽ ടെസ്റ്റിംഗ് കേട്ടോ. അതായത് സാധാരണ വണ്ടികളൊക്കെ വെഹിക്കിൾ ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വെഹിക്കിൾ ടെസ്റ്റിംഗ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടുകൾ വരുന്നിടത്ത് ഹിമാലയൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് ചെയ്തിരിക്കുന്നത് നേരെ ഇതിനെ പ്രാക്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കുമുള്ള റോഡുകളിലേക്ക് ഇറക്കി ടെസ്റ്റ് ചെയ്യാനുണ്ടായത്. അതായത് ചെന്നൈയിൽ നിന്നും എല്ലാ ടെറൈനുകളും ക്രോസ് ചെയ്തുകൊണ്ട് ഹിമാലയത്തിലെ ഉമിംഗ്ല വരെ ഓടിച്ച ഹിമാലയൻ 411 വീഡിയോകളാണ് നമ്മൾ ഏവരും കണ്ടത്. എല്ലാ രീതിയിലുള്ള ടെറൈനുകളിലും മഞ്ഞിലും മഴയിലും വെയിലിലും വെള്ളത്തിലും ഒക്കെ ഓടിച്ച് ടെസ്റ്റ് ചെയ്യുന്ന, ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം പുറത്തു വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴയ ഹിമാലയനും പുതിയ ഹിമാലയനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ പുതിയതാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ എഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കാം. അതായത് ഏറ്റവും പുതിയ ടിൻസ്പാർ ഫ്രെയിമിൽ വരുന്ന പുതിയ 452cc ഷെർപ്പ എഞ്ചിനാണ് 452 ഹിമാലയനിൽ വരുന്നത് കേട്ടോ. അതിന് കൂട്ടത്തിൽ വരുന്ന ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സ്പീഡായിട്ടുള്ള സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചുള്ള ഗിയർ ബോക്സ് ആണ് ഇതിൻ്റെ കൂടെ വരാൻ പോകുന്നത്. ഇനി നമുക്ക് എഞ്ചിൻ്റെ പവറിൻ്റെ കാര്യങ്ങൾ നോക്കാം. അതായത് 8000 RPM 40 bhp പവറും 5500 RPM 40 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ പുതിയ ഷെർപ്പ എഞ്ചിൻ നൽകുന്നത്. അതുപോലെ തന്നെ പുതിയ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള 4 വാൽവ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതേസമയം പഴയ ഹിമാലയൻ വരുന്നത് 411cc ഉള്ള സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനായിരുന്നു വന്നിരുന്നത് കേട്ടോ. 6500 RPM 24.3 bhp പവറും 4500 RPM 32 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമായിരുന്നു പഴയ എഞ്ചിൻ നൽകിയിരുന്നത്. അതായത് പഴയ എഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 75-80% കരുത്ത് കൂടിയ എഞ്ചിനാണ് പുതിയ ഹിമാലയനിൽ വരുന്നത് കേട്ടോ. പിന്നെ ഡിസൈനിൻ്റെ കാര്യം നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും. പുതിയ പെട്രോൾ ടാങ്കിൻ്റെ തന്നെ ഷേപ്പ് നമ്മളെല്ലാവരും കണ്ടാണ്. 2 വശങ്ങളിലേക്ക് വിരിഞ്ഞ് നിൽക്കുന്ന വലിയ ടാങ്ക്, 17 ലിറ്റർ കപ്പാസിറ്റി ഉള്ള പുതിയ ടാങ്ക് ആട്ടോ വരുന്നത്. അതുപോലെ തന്നെ സീറ്റുകളുടെ ഡിസൈനിൽ മാറ്റിയിട്ടുണ്ട്. സ്പ്ലിറ്റ് സീറ്റുകൾ തന്നെയാണെങ്കിലും ഷേപ്പിലും ഡിസൈനിലും സൈസിലെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട്. നല്ല കെർവി ആയിട്ടുള്ള സീറ്റിംഗ് നൽകുന്ന നല്ലൊരു പുതിയ ഡിസൈനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റൗണ്ട് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. അതിൽ നാവിഗേഷനും അതുപോലെ ടച്ച് സ്ക്രീനുകളും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഒത്തിരിയേറെ ഫീച്ചറുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ട്രിപ്പിനായിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്നും ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് അതിനെ നമുക്ക് നമ്മുടെ TFT സ്ക്രീനുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ USB ചാർജിങ് പോർട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ സൂപ്പർ മെറ്റീരിയൽ കണ്ട LED ലൈറ്റ് ഇപ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ട് എല്ലാ മോഡലിലേക്കും അത് ആക്കി കഴിഞ്ഞു. ഹിമാലയനിലേക്കും അത് തന്നെ ലൈറ്റുകൾ എത്തിയിട്ടുണ്ട്. അതുപോലെ ലൈറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ പുതിയ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റ് ഇല്ല. ബാക്കിലേക്ക് റയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് ഒഴിവാക്കിയിരിക്കുകയാണ്. ടെയിൽ ലാമ്പ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ ലാമ്പുകളിൽ തന്നെയാണ്. LED ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ലാമ്പുകളിൽ തന്നെ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ടെയിൽ ലാമ്പിനെ ഒഴിവാക്കിയിരിക്കുകയാണ് റയർ സൈഡിൽ നിന്നും. അതേസമയം പഴയ ഹിമാലയനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വന്നിരുന്നത് ഹാലജൻ ലൈറ്റുകളായിരുന്നു. LED ടെയിൽ ലാമ്പുകളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെമി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിരുന്നു അവർ കൊടുത്തിരുന്നത്. ഡ്യുവൽ ചാനൽ ABS പഴയതിലും ഉണ്ടായിരുന്നു, പുതിയതിലുമുണ്ട്. അതുപോലെ പഴയതിലാണെങ്കിൽ ട്രിപ്പർ നാവിഗേഷൻ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കളർ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം കേട്ടോ. മൊത്തത്തിൽ 5 കളർ ഷെയ്ഡുകളാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇത് തന്നെ കേട്ടോ. ബ്ലാക്കിൽ ഒരു ഗോൾഡൻ യെല്ലോ വരുന്ന കളറാണ് വന്നിരിക്കുന്നത്. ഏറ്റവും എടുപ്പുള്ള കളറും അത് തന്നെയാണ്. ഹാൻലെ ബ്ലാക്ക് എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ ഇത്. മൊത്തത്തിൽ കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത ഒരു എന്ന് പറഞ്ഞാൽ പെട്രോൾ ടാങ്കിൻ്റെ ഡിസൈൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈനിൻ്റെ ഷേപ്പ് മനസ്സിലാവില്ല. ബാക്കി ഷെയ്ഡുകളിലെല്ലാം ആ ഡിസൈൻ എടുത്ത് പെട്രോൾ ടാങ്കിൻ്റെ ഷേപ്പ് എടുത്ത് കാണുന്നുണ്ട്. ഇതിലാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഗോൾഡൻ യെല്ലോ കളറുകളാണ്. അതുപോലെ റിമ്മിലും ഗോൾഡൻ കളറുകൾ കൊടുത്തിട്ടുണ്ട്. സ്പോക്ക് വീലുകൾ തന്നെയാണ് വരുന്നത്. റിമ്മിലേക്ക് വരുമ്പോഴത്തേക്കും ഗോൾഡൻ വീൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റിൽ ഹിമാലയൻ്റെ ബാഡ്ജിങ്, പെട്രോൾ ടാങ്കിൻ്റെ മുകളിലെ ഗോൾഡൻ യെല്ലോയിൽ ബാഡ്ജിങ് എല്ലാം കൊടുത്തുകൊണ്ട് വരുന്നത് ഹാൻലെ ബ്ലാക്ക് എന്ന് പറയുന്ന മോഡലാണ് ഇത് കേട്ടോ. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ ഷെയ്ഡിൽ ബേസിൽ വരുന്നതാണ്. അതായത് സ്ലേറ്റ് പപ്പി ബ്ലൂ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ ഇത്. അതായത് ഒരു സ്ലേറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ലേറ്റ് റോക്കിൻ്റെ ഷെയ്ഡ് കൊടുത്തിട്ട് ഗ്രേ കളർ കൊടുത്തിട്ട് അതിന് മുകളിൽ ബ്ലൂ ലൈൻസ് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണിത്. ബ്ലൂ നൈലിനുകൊണ്ട് ആ ബാഡ്ജിങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്തത് സെയിം വരുന്നത് ആ ബ്ലൂവിന് പകരം ഹിമാലയൻ സോൾട്ടിൻ്റെ കളർ കൊടുത്തുകൊണ്ട്
ഒരു സ്ലേറ്റ് ഹിമാലയൻ സോൾട്ട് എന്ന് പറയുന്ന കളറാണ് ഈ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ മോഡൽ അല്ലെങ്കിൽ മൂന്നാമത്തെ കളർ എന്ന് പറയുന്നതാണ്. രണ്ടും കളർ ഷെയ്ഡുകൾ മാത്രമാണ് മാറ്റി വന്നിരുന്നത്. ബേസ് ആയിട്ട് വരുന്ന സ്ലേറ്റ് അല്ലെങ്കിൽ ഗ്രേ കളർ രണ്ടിനും സെയിം ആണ്. ബ്ലൂവിലാണെങ്കിൽ ഹിമാലയൻ സോൾട്ടിൻ്റെ കളറാണ് സെയിം ആണ് വരുന്നത്. അതുപോലെ ബോഡി കളേർഡ് സീറ്റിലേക്ക് ആ ഒരു കളർ ഇറങ്ങി വന്നിട്ടുണ്ട്. സീറ്റിൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പെട്രോൾ ടാങ്കിൻ്റെ മുകളിലാണെങ്കിലും ആ ഒരു ഹിമാലയൻ സോൾട്ടിൻ്റെ കളറിൽ തന്നെ ബാഡ്ജിങ് എത്തിച്ചിട്ടുണ്ട്. അടുത്ത കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിൻ്റെ അതേ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ്റ് വൈറ്റ് എന്ന് പറയുന്ന കളറാണ്. അതായത് വൈറ്റ് ബേസിൽ വന്നിട്ട് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ബേസിൽ വന്നിട്ട് ഹിമാലയത്തിൻ്റെ ആ ഒരു പച്ചപ്പും ആ ഒരു മഞ്ഞ് വീണ് കിടക്കുന്ന ഹിമാലയത്തിൻ്റെ ഒരു പ്ലാനിൽ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുള്ള രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് എത്തിച്ചിരിക്കുന്നത്. ക്യാമറ്റ് വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു കളർ തീമിൽ വരുന്നത് കേട്ടോ. ബാക്കി ഇതിൽ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് കളർ തന്നെയാണ് സീറ്റുകൾ വരുന്നത്. നമ്മുടെ ആ സ്ലേറ്റിൽ വരുന്നതിൽ മാത്രമാണ് ബോഡി കളേർഡ് സീറ്റുകൾ ഷേപ്പുകൾ വരുന്നത്. അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ ബ്രൗൺ എന്ന് പറയുന്ന കളറാണ്. ഇതിൽ ബേസ് ആയിട്ടുള്ള ഒരു ബ്രൗണിഷ് ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള ഒരു കളർ മാത്രമാണ് ഉള്ളത്. ബാക്കി വേറെ ഡിസൈനുകളോ സ്റ്റിക്കറുകളോ ഒന്നും തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബോഡി ഒറ്റ കളറാണ് വരുന്നത്. കാസ ബ്രൗൺ എന്ന് പറയുന്ന അഞ്ചാമത്തെ കളറിലേക്ക് വരുന്നത്. അതുപോലെ പുതിയ ഹിമാലയൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 320mm ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ 270mm ആണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിൽ 21 ഇഞ്ച് സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. ബാക്കിൽ 17 ഇഞ്ചാണ്. പഴയതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 300mm ഫ്രണ്ടിൽ വന്നിരുന്നു. അതുപോലെ 240mm ആണ് ഡിസ്ക് ബ്രേക്ക് ബാക്കിൽ വന്നിരുന്നത് കേട്ടോ. എന്തായാലും പുതിയ ഹിമാലയൻ ഇനിയും അപ്ഡേറ്റ്സ് വരാനുണ്ട്. ഇപ്പോൾ എന്തായാലും ട്യൂബ്ലെസ് ടയറിനുള്ള അപ്രൂവൽ ഒന്നും ആയിട്ടില്ല. ട്യൂബ്ലെസ് ടയർ ആക്സസറീസ് അല്ലെങ്കിൽ അപ്രൂവൽ ആകാത്തതുകൊണ്ട് ഇതുവരെ ഇത്തവണ എന്തായാലും ഉണ്ടാവില്ല. അടുത്ത വർഷം അതിൻ്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഉണ്ടാകുമെന്നാണ് റോയൽ എൻഫീൽഡിൽ നിന്നും പറയുന്നത്. ഇതെല്ലാം ട്യൂബ്ലെസ് ടയറുകൾ അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. ഇത് ട്യൂബ്ലെസ് ടയറുകൾ വരുന്ന ആക്സസറീസ് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നതാണ്. എന്തായാലും അപ്ഗ്രേഡ് ചെയ്ത വെർഷൻ അടുത്ത വർഷം ഉണ്ടാകും, അതിൻ്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം. തന്നെയല്ല, ഇതിനോടൊപ്പം തന്നെ ഇവരിൻ്റെ ഒരു റാലി എഡിഷനും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം റാലി എഡിഷനും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നവംബർ 7-ാം തീയതി മിലാനിൽ നടക്കുന്ന ഏക്മയുടെ ഷോയിൽ അവരുടെ റാലി എഡിഷനും അതുപോലെ അടുത്ത വർഷത്തേക്കുള്ള കൺസെപ്റ്റ് പല മോഡലുകളും ഉണ്ടായിരിക്കും അവരുടെ ഷോയിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്തായാലും നമ്മൾ നവംബർ 7-ാം തീയതി തന്നെ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോ അവരുടെ അവിടുത്തെ ലൈവിൻ്റെ അല്ലെങ്കിൽ എക്സിബിഷൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചാനൽ എല്ലാവരും കണ്ടിരിക്കുക. ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് റാലി എഡിഷൻ അവർ കൺസെപ്റ്റ് കാണിച്ചിരിക്കുന്നത്. സൈലൻസറും മൊത്തം മാറ്റമുണ്ട്. ബോഡിയിലെ ഡിസൈനും ഹാൻഡിലുകളും അതുപോലെ ഫ്രണ്ടിലുള്ള ഡിസൈനുകളും ബാക്കിലേക്ക് റെയറിലേക്ക് വരുന്ന ഡിസൈനുകളും എല്ലാം തന്നെ മൊത്തത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു റാലി എഡിഷൻ കൂടെ അവർ കൺസെപ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും എന്തായാലും ഓട്ടോ ഷോയിൽ അല്ലെങ്കിൽ നവംബർ 7-ാം തീയതിയുള്ള ഓട്ടോ ഷോയിൽ അവർ എക്സിബിറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതിൻ്റെ വീഡിയോ, അന്നത്തെ എക്സിബിഷൻ്റെ വീഡിയോ നമ്മളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്